ഇത് കെട്ടിയുള്ള പിടി പിടിയാ ഒന്ന് പോയാ. എനിക്ക് വീട് റെഡിയാക്കി തന്നൊരു ബ്രോക്കർ ഇവിടെ ഉണ്ട്. അവളെല്ലാം കിട്ടില്ലനാ. ആണെങ്കിൽ ഭാര്യയും ഭർത്താവും പോയിട്ടൊന്ന് കണ്ടോ. ഇനിയിപ്പോൾ നീ ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ഞാൻ ചിലപ്പം പെറും. സാറി പറഞ്ഞ കണ്ടീഷൻ വെച്ച് ഇവിടെ വീട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ റേറ്റ് കൂടുതൽ തരാമെങ്കിൽ ഇഷ്ടം പോലെ വീട് ഞാൻ സെറ്റാക്കി തരാം. അതെങ്ങനെ ഈ വാടകയ്ക്ക് കാക്കനാട് വീട് കിട്ടുമല്ലോ? കാക്കനാട് കിട്ടുമെങ്കിൽ അവിടെ പോയി നോക്കണം. എന്തിനാണ് ഈ പാലാരിവട്ടത്ത് ചേച്ചി വന്ന് നോക്കുന്നത്? കണ്ടാലറിയാം എന്റെ അമ്മാവനെ പോലുണ്ട്. നിന്റെ അമ്മാനേക്കാളും വൃത്തി ഉണ്ടായിരുന്നു. നിന്റെ പ്രശ്നം എന്താ? അയാൾക്ക് നിന്റെ അമ്മാന്റെ പ്രായമുള്ളതാണോ അതോ കാക്കനാട് പോയി നിൽക്കാൻ പറഞ്ഞതാ? അയാൾ ആരാ എന്റെ ചേച്ചിനെ വിളിക്കാൻ? അതൊരു ബഹുമാനത്തിന്റെ പുറത്ത് വിളിക്കണല്ലേ? എനിക്ക് ആ ബഹുമാനം വേണ്ടെങ്കിലോ? ഞാനൊരു കാര്യം പറയട്ടെ, അത് പറഞ്ഞതിലും കാര്യമുണ്ട്. ഈ റേറ്റിന് ഇവിടെ കിട്ടൂല. ഞാൻ പലരോട് അന്വേഷിച്ചു നോക്കി. ഇതൊക്കെ നിന്റെ തോന്നല. അയാൾ വെറുതെ നിന്റെ കമ്മീഷൻ വാങ്ങിക്കാനുള്ള പണിയാ. നീ ആണെങ്കിൽ ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അങ്ങനെയൊന്നുമല്ല, വിജയിച്ച് പറഞ്ഞാണ്. ആള് മിടുക്കനാണ്. ഇയാൾ എന്തായാലും നമുക്കൊരു വീട് കണ്ടുപിടിച്ച് തരൂ. മിടുക്കൻ. നീ അയാളെ മൂത്തോട്ടം നോക്കിയാ ഉള്ള ലക്ഷണം കണ്ടില്ലേ? അയാളെ മീശാണ്ടാലേ അറിയാം. ഇങ്ങനെ സംസാരിച്ചാൽ മതി. നമുക്ക് വീട് കാണണ്ടേ? ഇവിടെ 2 കിടക്കുന്ന വീടുണ്ട്. ആ ചേച്ചി നമുക്ക് പോയി കണ്ടിട്ട് വരാം. നമ്മുടെ കണ്ടീഷനൊക്കെ അയാളോട് പറഞ്ഞോ? കണ്ടീഷൻ അല്ലേ, 2 മുറി, കാർ പാർക്കിങ്, ഓണർ അടുത്ത് പാടില്ല, 12,000 റെന്റ്, ടൂട്ടാൻ മിനിമോളായിരിക്കണം അല്ലേ? മിനിമോളല്ല, മിനിമല്. ഞങ്ങൾക്കൊരു പൂച്ച കൂടെ ഉണ്ട്. അതാണോ ഇത്ര വലിയ സീന്? വന്നു കയറിയെന്ന് പറഞ്ഞാൽ മതിയെന്ന്. അത് പേർഷ്യൻ ക്യാറ്റ്. അതിനെന്താ വന്നു കയറിക്കൂടെ? ചേച്ചി ടെൻഷൻ അടിക്കാതെ നമുക്ക് വീട് സെറ്റ് ആക്കി തരാം. വാ കേട്ടോ. ചേച്ചിക്കറിയോ, ഇവിടെ പകുതിയും വാടകക്കാരാ. ബാക്കി പകുതിയാ അവൻ്റെ ഓണേഴ്സിൽ താമസിക്കുന്നു. നിങ്ങൾ പ്രേമിച്ച് കിട്ടിയല്ലേ? അത് നാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി വന്നതാണ്. അല്ല, കണ്ടപ്പോൾ അങ്ങനെ തോന്നി.